ഒരു ബിഗിനർക്ക് ഹാൻഡ് എംബ്രോയിഡറി തുടങ്ങാൻ ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കയ്യിൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഹാൻഡ് എംബ്രോയിഡറി ഫ്രെയിം, സിസേഴ്സ്, നീഡിൽ, പിന്നെ എംബ്രോയിഡറി ത്രെഡ്, പിന്നെ ഫാബ്രിക്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിഗിനർക്ക് ഹാൻഡ് എംബ്രോയിഡറി തുടങ്ങാൻ ആവശ്യം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫ്രെയിം ഫാബ്രിക്കിൽ ടൈറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എംബ്രോയിഡറി ഫ്രെയിമിലുള്ള ഈ താഴത്തെ റിങ് ഏറ്റവും അടിയിലായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാബ്രിക് എടുത്ത് അതിൻ്റെ മുകളിൽ നല്ല നീറ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ മുകളിലത്തെ ഈ ഫ്രെയിം ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് താഴത്തെ ഫ്രെയിമുമായിട്ട് ഈ ഫാബ്രിക് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒരു ഫാബ്രിക് എംബ്രോയിഡറി ഫ്രെയിമിൽ ടൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ചുളിവില്ലേ, അതൊന്നും വരാൻ പാടില്ല. നമ്മൾ മാക്സിമം നല്ല വൃത്തിക്ക് ഇത് ടൈറ്റ് ചെയ്യേണ്ടതാണ്. എന്നാലേ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ചസ് എല്ലാം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ സ്ക്രൂ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് നമ്മളൊരു എംബ്രോയിഡറി ഫ്രെയിം ഫാബ്രിക്കിൽ ടൈറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് എംബ്രോയിഡറി ത്രെഡാണ്. ഇങ്ങനെയാണ് ഒരു എംബ്രോയിഡറി ത്രെഡ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഒരു എംബ്രോയിഡറി ത്രെഡിൽ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഒരു എംബ്രോയിഡറി ത്രെഡ് ഉണ്ടാവുക. അതിൽ യൂഷ്വലി നമുക്ക് 6 ഇഴകളാണ് ഈ ഒരു എംബ്രോയിഡറി ത്രെഡിൽ ഉണ്ടാവുക. അതിൽ തന്നെ നമ്മൾ ഈ 6 ത്രെഡിൽ 3 ത്രെഡാണ് നമ്മൾ നീഡിലിൽ യൂഷ്വലി കോർക്കുന്നത്. പിന്നീട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എംബ്രോയിഡറി സ്റ്റിച്ചിന് നമുക്ക് തോന്നുന്ന തിക്നെസ്സോ അല്ലെങ്കിൽ തിക്നെസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള അത്രയും ത്രെഡ് യൂസ് ചെയ്യാം. എങ്കിലും യൂഷ്വലി നമ്മൾ 3 ത്രെഡ് വെച്ചിട്ടാണ് ഒരു നീഡിൽ കോർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു റെഡ് എംബ്രോയിഡറി ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ 3 ഇഴകൾ കോർത്തിട്ടുണ്ട്, നീഡിലിൽ കോർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലെങ്ങനെയാണ് കെട്ടിടുന്നത് നോക്കാം. ഞാനിതിപ്പോൾ കോർത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡില്ലേ, അത് ജസ്റ്റ് ഈ ഒരു വിരലിൽ ജസ്റ്റ് ഒരു റിംഗ് ഷേപ്പിലാക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് ഇത് കെട്ടിട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു ത്രെഡ് കെട്ടിടേണ്ടത്. ഇനി നമുക്ക് ഓരോ ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചായിട്ട് പഠിക്കാം. ഈ വീഡിയോയിൽ ഒരു ഹാൻഡ് എംബ്രോയിഡറി തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്, എങ്ങനെയാണ് എംബ്രോയിഡറി ഫ്രെയിം ഫാബ്രിക്കിൽ ഫിക്സ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് ഓരോ എംബ്രോയിഡറി സ്റ്റിച്ചിനെ പറ്റി പഠിക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ ടോപ്പ് 10 ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചാണ് പറയുന്നത്.